പൊതുവെ എല്ലാ ബോയ്സിനും എക്സ് ഉണ്ടാവാറുണ്ടല്ലോ, തനിക്കും അതുണ്ടോ? ഉണ്ട്, അത് പറഞ്ഞിട്ട് തുടങ്ങാന്ന് കരുതിയതാ. എന്ത് തന്റെ എക്സിന്റെ കഥയോ? അതല്ല, ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആകുമ്പോൾ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് വെറുതെ വഴക്കുണ്ടാക്കണ്ടല്ലോ, അതാ. എന്നാ എന്നെ അങ്ങനെ കാണണ്ട. താൻ അവിടെ പോരുത്, ഇവിടെ പോരുത്, കൂട്ടുകാരുടെ ടൈം സ്പെൻഡ് ചെയ്യരുത്, ഫുൾ ടൈം എന്നോട് സ്പെൻഡ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ കംപ്ലീറ്റ് ഗ്രീൻ ഫ്ലാഗ്. കണ്ടില്ലേ ഗ്രീൻ ടീഷർട്ട് ഇട്ടേക്കുന്നത്? അപ്പോൾ ഡീൽ. അല്ല, തന്റെ എക്സിന്റെ പേര് എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ചുമ്മാ പറ, പേരൊന്നും കേൾക്കാൻ. ഞാൻ ഗ്രീൻ ഫ്ലാഗ് അല്ലേ? അശ്വതി. ഈ അശ്വതിയുടെ വീട് തന്റെ വീടിന്റെ അടുത്താണോ? കുറച്ചെടുത്താ. ഓ, അപ്പൊ നിങ്ങൾ ഡെയിലി കാണുമായിരിക്കും അല്ലേ? അങ്ങനെ കാണാറൊന്നുമില്ല. എന്നാലും കണ്ട ചിരിക്കുമായിരിക്കും അല്ലേ? ഞാനങ്ങനെ മുഖത്തോട്ടൊന്നും നോക്കാറേ ഇല്ല. പിന്നെ എങ്ങോട്ടാണ് നോക്കുന്ന? ഞാൻ കാണാറില്ല. പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ, ഞാൻ ഗ്രീൻ ഫ്ലാഗ് അല്ലേ. പിന്നെ അവളെ കൊണ്ടടച്ച് നോക്കണം. നടക്കാം. ആ, അശ്വതിയായിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടാവും അല്ലേ? ചെറുതായിട്ട്. ഓ, അപ്പൊ കൈയൊക്കെ പിടിച്ച് തോളിലൊക്കെ ചാഞ്ഞ് അങ്ങനെ ആയിരിക്കും അല്ലേ നടന്ന്? അതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ റൂം എടുത്ത് കാണുമായിരിക്കും. അയ്യോ ഇല്ല. ഓ, അപ്പൊ ആരും അറിയാതെ വീട്ടിൽ കേറ്റി കാണുമല്ലേ? വീട്ടിലൊന്നും കേട്ടില്ല. പിന്നെ ഏത് കാട്ടിലൂടെ നീ കേറ്റിയേ? കേട്ടില്ല. പേടിക്കുന്നു, ഞാൻ ഗ്രീൻ ഫ്ലാഗ് അല്ലേ. എന്ത് ചെയ്യോ സോന? ഫ്ലെയിംസ്. അനസ് അശ്വതി വരുമ്പോഴേ ബ്രദർ ആണോ ലവർ ആണോ എന്ന് പറഞ്ഞിട്ട് വേണം ബാക്കി നോക്കാൻ. നോക്ക. റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ് അല്ല, റെഡ് ഫ്ലാഗ്. ഭ്രാന്തി. തോർത്തിറങ്ങി. സോറിടാ, ഞാൻ ശരിക്കും ഗ്രീൻ ഫ്ലാഗാ. സത്യം. നീ ആ ഉടുപ്പൊന്നും ഒരിക്കൽ കവറപ്പ് കാറ്റ് കൊണ്ടുവന്ന് നോക്കട്ടെ.